അതായത് ചത്താപ്പച്ചേലി മമ്മൂക്ക വന്നിട്ട് പോയതുപോലെയാണ് ഈ ഒരു സിനിമയിൽ ബേബി ഗേളിൽ നിവിൻ പോളി വന്നിട്ട് പോയത്. ചുമ്മാ ഉറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം. ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ നിവിൻ പോളി വീണ്ടും എത്തിയിട്ടുണ്ട്. അതായത് പൊക്കിപ്പോയ ഒരു ഉയർന്ന ഗ്രാഫിനെ വീണ്ടും താഴോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് വെറുതെ ഇതിനെ കൊണ്ട് തലവെച്ച് കൊടുക്കുന്നതെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇനി ലിസ്റ്റിൻ സ്റ്റീഫനുമായിട്ടുള്ള താല്പര്യത്തിലാണോ ബന്ധത്തിലാണോ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺ വർമ്മയാണ്. സുരേഷ് ഗോപിയുടെ ഗരുഡൻ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസ് ഞാൻ പറഞ്ഞില്ലേ, പ്രമുഖനായ ലിസ്റ്റിൻ സ്റ്റീഫൻ, പുള്ളി ഇത് ഈ സിനിമയിലും ഉണ്ട്. ആൻഡ് അത് വേറൊരു കോമഡി. ആൻഡ് പുള്ളിയുടെയും റിലേറ്റീവും കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് അഭിനേതാക്കൾ തന്നെയാണ് ഈ സിനിമയിലും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് സിനിമയിൽ നിവിൻ പോളി ആദ്യം പറയേണ്ട ആവശ്യമില്ല. നിവിൻ പോളി 4-5 അതൊക്കെ പറയേണ്ട ആളാണ്. ലിജോ മോള്, പിന്നെ സംഗീത് പ്രതാപ്, പിന്നെ ഷമ്മി തിലകൻ്റെ മോൻ അഭിമന്യു തിലകൻ, അങ്ങനെയാണ് പുള്ളിയുടെ പേര്. പിന്നെ മേജർ രവിയൊക്കെ ഉണ്ട്. പിന്നെ അതിഥി രവിയൊക്കെ ഉണ്ട്. അതിഥി രവി 1-2 സീനിലൊക്കെ വന്നു പോയി. പിന്നെ ഈ സിനിമയിൽ അസീസ് നെടുമങ്ങാടുണ്ട്. മമ്മൂക്ക ഇല്ലാത്ത ഒരു സിനിമയിൽ അസീസ് നെടുമങ്ങാടിനെ കാണാൻ പറ്റി. വാഴ സിനിമയിലും കൂടെ ഉണ്ട്. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഇതൊരു സിനിമയുടെ പേര് തന്നെ നിങ്ങൾക്ക് അറിയാം, ബേബി ഗേൾ എന്നാണ്. അപ്പോൾ ഒരു കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുമായിട്ടുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിട്ടുള്ള ഒരു പടമാണ്. ഇപ്പോൾ ത്രില്ലറാണല്ലോ. പക്ഷെ ഒരു ത്രില്ലിങ്ങും ഇല്ലാതെ അറഞ്ചം പുറഞ്ചും ബോറടിക്കുന്ന ഒരു ഉറക്കപ്പടം. അതാണിത്. ഞാൻ പറഞ്ഞില്ലേ, നിവിൻ പോളി ഇപ്പോൾ ഒരു ഗ്രാഫ് കുറച്ചുകൂടെ പൊങ്ങി സർവമായയിലൊക്കെ ഒന്ന് കിടലായിട്ടൊക്കെ വന്നതാണ്. അതായത് വീണ്ടും അടിച്ച് താഴ്ത്തിയിട്ടുണ്ട്. കാരണം ഇത് തുടക്കത്തിലെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഈ സിനിമ താങ്ങി താഴോട്ട് തന്നെ പോകുന്നു. അതുപോലെ തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ സിനിമയിൽ ഈ ഒരു കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നൊക്കെ പറയുന്ന ഒരു, അതായത് സസ്പെൻസ് ആയിട്ട് സിനിമ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ആണാണോ പെണ്ണാണോ നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള, അതായത് സസ്പെൻസ് ആണ്. പക്ഷേ സസ്പെൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും, അതാണാണോ പെണ്ണാണോ ഇല്ലയോ എന്ന്. കാരണം സിനിമയുടെ പേര് കണ്ടില്ലേ, ബേബി ഗേൾ എന്ന്. പിന്നെ അതിൽ തന്നെ ഉണ്ട്. എന്നിട്ടാണ് പറയുകയാണ് ഇതാണാണോ പെണ്ണാന്ന് നിങ്ങൾ കണ്ടുപിടിയെന്ന്. അപ്പോൾ അതിന് വലിയ നിഗൂഢതയുള്ളതൊന്നും അവന്മാർ പറയേണ്ട അത്രയ്ക്കുള്ള ബ്രില്യൻസ് ഒന്നും അതിൽ ചെയ്തിട്ടുമില്ലായിരുന്നു. പിന്നെ ഈ സിനിമ എഴുതിയിരിക്കുന്നത് ബോബി ആൻഡ് സഞ്ജയ്, രണ്ടൊരു കൂട്ടുകെട്ടിലുള്ളവരാണ്. അവർ മുമ്പ് ഇതുപോലെ തന്നെയാണ്, ഒരു ഡുവോ ആണ്. പിന്നെ ഈ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാം സിയസ് ആണ്. അപ്പോൾ പൊതുവെ സാം സിയസ് നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ ഈ പടത്തിൽ എന്താണെന്ന് അറിഞ്ഞൂടാ, പടം ഉറങ്ങിപ്പോയതുകൊണ്ട് സാം സിയസും കൂടെ ഉറങ്ങിയെന്നാണ് തോന്നുന്നത്. മ്യൂസിക്കും അതുപോലെ ഉറങ്ങിപ്പോകുന്നുണ്ട്. അഫ്കോഴ്സ് എല്ലാ പടങ്ങളിലും നല്ലപോലെ ചെയ്യാൻ കഴിയില്ലല്ലോ. അതുപോലെ ഈ പടങ്ങളിലും സാം സിയസിന് വലിയൊരു തോതിലുള്ള ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പടം മൊത്തത്തിലും ഒരു എന്താ പറയുക, ഒരു ഗ്രിപ്പിങ്ങും ഇല്ലാത്ത, കാണാനും വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും ഇല്ലാത്ത, ചുമ്മാ ഇതിൽ ലിജോ മോളും സംഗീത് പ്രതാപിൻ്റെ ഒക്കെ സീനുകളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ മാറി വെറുപ്പിച്ച് അഭിനയിക്കുന്ന ഒരു സീരിയൽ ടൈപ്പാണ്. അതായത് കരയുക, ചുമ്മാ ദേഷ്യം പിടിക്കുക, തലയിട്ടടിക്കുക, ഒരു, അതായത് ഇപ്പോൾ സംഗീത് പ്രതാപ് നിങ്ങൾ പറയാം, അമൽ ഡേവിസ് പ്രേമലുവിലെ നസ്ലിൻ്റെ കൂടെ ഉള്ള, അപ്പോൾ ഹൃദയപൂർവ്വത്തിൽ ലാലേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അപ്പോൾ പുള്ളി ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ നല്ല കിടലനായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സിനിമയിലും നന്നായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഈ സിനിമയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ലിജോ മോൾ ഈ പടത്തിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, രണ്ടുപേരും മാറി ഒരു സീരിയൽ ആക്ടിങ്, ഒരു ദേഷ്യം, കരച്ചില്, സങ്കടം. പിന്നെ ഇടയ്ക്കും പുള്ളിയും നിവിൻ പോളി ഒരു റോളിൽ വന്ന് ഗസ്റ്റ് റോളിൽ വന്ന് പോകില്ല. അതുപോലെ നിവിൻ പോളി ഒരുപാടൊന്നും കാണിക്കുന്നുമില്ല. എപ്പോഴും ഒരു ക്യാമറ, CCTVയുടെ ക്യാമറയിൽ കാണിക്കും. പിന്നെ ഇടയിൽ ഒരു തുള്ളിയും പുള്ളിയായിട്ട് ഇങ്ങനെ കാണിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അതാണ് ഒരു സെറ്റിലായിട്ടൊരു ചെറിയ റോളാണ്, വളരെ ചെറിയ റോളാണ്. പടത്തിലുണ്ടെന്നേ അറിയാനും പറ്റൂല, പക്ഷെ പടത്തിലുണ്ടെന്നേ അറിയാൻ പറ്റൂല, പടത്തിലുണ്ട്. അതായത് ചത്താപ്പച്ചയിൽ മമ്മൂക്ക ഉണ്ടെന്നേ അറിയാൻ പറ്റൂല, പക്ഷെ പടത്തിലുണ്ട്. നമുക്ക് ആ 3 മിനിറ്റ് വന്ന് എന്തോ കൊണ്ടു എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തിനാണ് ഞാൻ ഇത് ഒരു ഹെയ്റ്റ് ക്യാമ്പയിനായിട്ട് പറയുന്നതല്ല, പക്ഷെ എന്തിനാണ് അങ്ങനെ പറയുന്നതിന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ സിനിമയിൽ വരുമ്പം ഈ ഷമ്മി തിലകൻ്റെ അഭിമന്യു ഒരു പോലീസ് കഥാപാത്രങ്ങളായിട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒന്നും പറയാനുള്ള രീതിക്കുള്ള ഒരു പടമൊന്നുമില്ല. ഒരു എന്താ പറയുക, ഈ ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയ കഥ തന്നെയാണ്. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് റൈറ്റേഴ്സ്. വളരെ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആണ്. ഞാൻ പറഞ്ഞില്ല, സീരിയൽ ടൈപ്പ്
അവരുടെ ആക്ടിങ്ങും ഓവറായി പോകുന്നു. പിന്നെ ബേബി ഗേൾ ആരെന്നുള്ളൊരു സസ്പെൻസ് തരാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഒരു കൂട്ടായ്മകൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയാനോ സംസാരിക്കാനോ ഉള്ളതൊന്നുമില്ല. ഒരു എൻഗേജും ഇല്ലാതെ ഒരു തൂക്കം സിനിമ. ഉറങ്ങിയിരിക്കാം, അങ്ങനെ ഉറങ്ങിയിരുന്നിട്ട് സമയം തീരുമ്പോൾ എണീറ്റ് പോവാം. ഞാൻ പറഞ്ഞ നിവിൻ ഒരു നല്ല ഇതിൽ വരുന്നതാണ്. അപ്പം വീണ്ടും നിവിൻ പോളി ആ ഒരു മടിപ്പ് അല്ലെങ്കിൽ എന്തിനാണ് ഈ പടത്തിൽ അഭിനയിച്ചതെന്ന് ഒരു പിടിയില്ല. ചുമ്മാ ഒരു ആവശ്യമില്ലാത്ത ഒരു പടം, അല്ലെങ്കിൽ തനിക്കും ഒരു ആവശ്യമില്ലാത്ത പടം, പടത്തിനും തന്നെ കൊണ്ടൊരു ആവശ്യമില്ലാത്ത ഒരു പടം. പിന്നെ എന്തിനാണ് പോയിട്ട് അതിൽ പോയി കമ്മിറ്റ്മെൻറ്റ് ചെയ്യുക, അതിൽ പോയി ചെയ്യുക എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞ ചില ലിസ്റ്റിൻ സ്റ്റീഫനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇതിലായിരിക്കും, ഒന്നും അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ പിന്നെ അജു വർഗീസിനെയും കൂടെ കയറ്റായിരുന്നു ഈ പടത്തിൽ. എല്ലാവരും ഒരുമിച്ചല്ലേ വരുന്ന, അങ്ങനെയും കൂടെ കയറ്റായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയില്ലേ, ഒരു സീരിയൽ ടൈപ്പാണ്. ത്രില്ലറാണെന്ന് പറഞ്ഞിട്ട് ഒരു ത്രില്ലിങ്ങും ഇല്ല, ത്രില്ലിങ് എലമെൻസും ഇല്ല, അങ്ങനെ ഇരുത്തി പിടിക്കാനുള്ളതും ഇല്ല. പിന്നെ മ്യൂസിക് ആണെങ്കിൽ സാറ്റിസ്ഫൈങ് ആയിട്ടും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, പടം ഉറങ്ങിപ്പോകുന്നതുകൊണ്ട് പടം അതുപോലെ തന്നെ പറയും. പിന്നെ പെർഫോമൻസ് വൈസ് ആണെങ്കിൽ എല്ലാവരും നന്നായിട്ട് വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അല്ലാതെ എടുത്ത് പറയാനുള്ളതൊന്നുമില്ല. അപ്പോൾ മാർക്കോയിൽ നിങ്ങൾക്കറിയാം, അഭിമന്യു ഷമ്മി തിലകൻ നന്നായിട്ട് അഭിനയിച്ചു, നല്ലൊരു വില്ലൻ. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അപ്പാടെ അതേപോലെ വീണ്ടും അവിടെ നിന്നും കലവടച്ച് ഒരു കോമഡി പീസ് പോലെ ഒന്ന് സംസാരങ്ങളും ഒന്നും വർക്കൗട്ട് ആവാതെ നമുക്കൊരു സാറ്റിസ്ഫൈ ആവാത്ത രീതിക്കാണ് സിനിമ പോയിട്ടുള്ളത്. ആദ്യ ഭാഗം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ വെറുതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിപ്പോവും. സെക്കൻഡ് ഹാഫ് ഇതുപോലെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിപ്പോവും. ഇതിൻ്റെ ഇടയിൽ സംഗീത പ്രതാപും ലിജോ മോളും തമ്മിൽ കരയണതും ദേഷ്യവും അവരുടെ സംസാരങ്ങളും അവരുടെ ആക്ടിങ്ങോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാക്കിയിട്ടുണ്ടായിരുന്നു. എടുത്ത് പറയാനുള്ള ഒന്നും സിനിമയിലും ഇല്ല. എന്താണ് സിനിമയെന്ന് പറയാനുള്ളത് അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുമില്ല സിനിമയിൽ. റൈറ്റേഴ്സ് ഒരു ത്രില്ലിങ് പടം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ട്. ബട്ട് അവർ കാര്യം പറഞ്ഞു തന്നിട്ട് ഇങ്ങനെയാണ് കാര്യം, ഇതാണ് കാര്യം, എന്നിട്ട് സസ്പെൻസ് ആണോന്ന് അവർ നമ്മളെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു കുറച്ച് രംഗങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നിവിൻ പോളിയും എന്തിനോ വേണ്ടി വന്ന ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ആരോ പറഞ്ഞു തമാശയ്ക്ക് പറഞ്ഞില്ലേ, കടം കുറച്ച് കൂടുതലായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് എന്തോ ഒരു പടം വന്ന് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ സമയം ബോറടിക്കാൻ വേണ്ടിയിട്ട് വന്ന് ചെയ്തതായിരിക്കും എന്നുള്ളൊരു പൊങ്ങി വന്നതായിരുന്നു. വീണ്ടും താഴ്ന്നു പോകാനുള്ള സിറ്റുവേഷൻ ആണെന്ന് അറിയില്ല. വീണ്ടും നല്ല പടങ്ങളായിട്ട് വരട്ടെ നിവിൻ പോളി. ഇതിപ്പം ഒരു ഫാർമ ടൈപ്പ് അതുപോലെ ഈ സംഭവം കാര്യങ്ങളും ഈ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ കുറച്ച് ഇമോഷൻസും ടോക്സിക് റിലേഷൻഷിപ്സ്, പിന്നെ എന്താ പറയുക, ഒരു പാസ്റ്റ് ലൈഫിൻ്റെ കാര്യങ്ങൾ, ഈഗോയിസ്റ്റിക് ബിഹേവിയർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒരു അവിച്ച് കലക്കി ഒരു മെഴുകി പിഴുകി അങ്ങ് ഞെരിക്കും മരിക്കും തവിയൽ തോരൻ കോടൻ പുളിയൻ എല്ലാം ചേർത്ത് വെച്ച് ഒരു പടമാക്കി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ താല്പര്യം പോലെ എന്തെങ്കിലും ചെയ്തിട്ടെ, അവർക്ക് അതല്ലേ ഇഷ്ടം, അതെങ്കിലും ചെയ്യട്ടെ. അപ്പോൾ അരുൺ വർമ്മ അതാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ബോബി സഞ്ജയ് അതാണ് എഴുതി വെച്ചിരിക്കുന്നത്, സാംസിയസ് അതാണ് പണി വെച്ചിരിക്കുന്നത്. നിവിൻ പോളി എന്തിനഭിനയിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിന് സസ്പെൻസ് എന്നിട്ട് ഇത് ആണാണോ പെണ്ണാണോ നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പോലത്തെ ഒരു ഇതാണ്. പടത്തിൻ്റെ പേര് തന്നെ ബേബി ഗേൾ, അത് പെണ്ണുമാണ്. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് ഓ മൈ ഗോഡ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ എനിക്ക് കമൻറ്റ് ചെയ്തേക്ക്. എന്താണ് നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പടം വർക്കൗട്ടായോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിവിൻ പോളിയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ, ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് അഭിപ്രായം പറഞ്ഞേക്കുക. ഞാൻ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ. ഇനിയുള്ള മൂവി റിവ്യൂസ്, സോങ് റിയാക്ഷൻസ്, ട്രെയിലർ റിയാക്ഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളായിട്ട് വരാൻ ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്തോ, ഷെയർ ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ. അപ്പോൾ ബൈ ബൈ ഗൈസ്, ലവ് യു.